ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് മക്രോണി സെറ്റാക്കാൻ അപ്പോൾ അതിൽ സബോള, ക്യാപ്സിക്കം, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ നമ്മൾ മക്രോണി ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. സൺഫ്ലവർ ഓയിൽ, ഉപ്പും വെള്ളവും ചേർത്ത് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ചട്ടി എടുത്ത് അതിനകത്തോട്ട് സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ആ വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പിന്നെ പച്ചമുളക്, സബോള ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് എല്ലാ പച്ചക്കറിയും തന്നെ ഇട്ട് കൊടുക്കാം. എല്ലാ പച്ചക്കറിയും നമുക്ക് ഇഷ്ടമുള്ള ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു ക്യാപ്സിക്കം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, ക്യാപ്സിക്കം, തക്കാളി. എന്നിട്ട് ഇത് നന്നായിട്ട് ഇട്ട് കൊടുത്ത് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം. വഴറ്റിയല്ല കേട്ടോ, ഹൈ ഫ്ലെയിമിൽ ഇട്ടൊന്ന് അതിൻ്റെ ഒരു കളറൊന്ന് ചേഞ്ചായി വന്നാൽ മതി. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു കളർ ചേഞ്ച് ആയാൽ മതി. ഇത് സെറ്റാട്ടെ, ഇത് പാകമാണ്. പിന്നെ ഒത്തിരി വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് കൊള്ളത്തില്ല. എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത് രണ്ടും കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എരിവ് ഇഷ്ടമായതുകൊണ്ട് നമ്മളിത്. പിന്നെ സോസാണ് ടൊമാറ്റോ സോസ്, സോയാ സോസ്, ചില്ലി സോസ്. ടൊമാറ്റോ സോസ് 1.5 സ്പൂണും ബാക്കി രണ്ടും 1/2 സ്പൂൺ വീതം വെച്ചിട്ടാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി അതിനകത്തോട്ട് മക്രോണിയെല്ലാം ഇട്ട് കൊടുക്കാം. എല്ലാ മക്രോണി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒറിഗാനോ ഉണ്ടല്ലോ, അതാണ് ഇട്ട് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ ഒറിഗാനോ ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടില്ല, നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ചും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് കുറച്ചുകൂടി എരിവ് വേണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം നല്ല മിക്സാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മക്രോണി എല്ലാം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റണം. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇത് പ്ലേറ്റിലോട്ടിട്ട് അടിപൊളി ടേസ്റ്റ് ആട്ടോ, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.